മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ 1987-88 ബാച്ച് അതിൻ്റെ റീയൂണിയനായ 10 മണി പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആരവത്തിൻ്റെ 7ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു റീയൂണിയൻ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. 36 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൂടി പഠിച്ച വിദ്യാർത്ഥികളും നമ്മെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ ഒരു ചിത്രം വീഡിയോയിലൂടെയെങ്കിലും കാണാൻ സാധിച്ച ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. നമ്മുടെ അധ്യാപകർക്കും പല അധ്യാപകരെയും കാണാനും സാധിച്ചു, അതുപോലെ അവരുടെ വിദ്യാർത്ഥികളെയും കാണുവാനായിട്ട് സാധിച്ചു നമ്മുടെ ഈ പ്രോഗ്രാം വഴി. ജീവിതയാത്രക്കിടയിൽ ഈ നാട്ടിൽ നിന്ന് മാറി മറ്റു നാട്ടിൽ ചേക്കേറിയിരിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അവർ നമ്മളെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം, വീഡിയോയിലൂടെയെങ്കിലും നമ്മുടെ ആ അംഗങ്ങളെല്ലാവരെയും, പഴയ കൂട്ടുകാരെയും പഴയ സാറുമാരെയും ഒന്ന് കാണാൻ സാധിച്ചത് വളരെ ചാരിതാർത്ഥ്യമുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ്. അതെ, വളരെ സന്തോഷം ഉണ്ട് അവർക്കെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്നുള്ള റീയൂണിയനുകളിൽ അവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ചന്ദ്രഹാസൻ സാറിനെയാണ്. അതെ, സാറ് ചെറിയ ക്ലാസ്സിലാണ്, നമ്മൾ പഠിക്കുന്ന സമയത്താണ് അവിടെ സ്കൂളിലുണ്ടായിരുന്നത്. പാഠ്യവിഷയങ്ങൾക്കുപരി സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലെല്ലാം സാറ് നമുക്ക് ഒരു നല്ല നേതൃത്വം ഉണ്ടായിരിക്കുന്ന ആളായിരുന്നു. സാറിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അതെ, ഗവൺമെൻറ് ഹൈസ്കൂൾ 87-88 SLC ബാച്ചിലെ കുട്ടികളുടെ ഒത്തുചേരൽ 10 മണി പൂക്കളുടെ സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ചന്ദ്രഹാസൻ സാറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അത് ഏറെ പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. അടുത്തതായി നമുക്ക് നമുക്ക് നമ്മുടെ പ്രദീപിൻ്റെ മകൾ മാളവികയുടെ ഡാൻസാണ് അടുത്തത്. അതെ, മാളവിക പ്രദീപ്. മാളവികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വദീപ്തി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാളവിക. കലാകായിക പ്രതിഭ ആണ്. അവിടെയുള്ള ഓരോ പ്രോഗ്രാമിലും മാളവികയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. വളരെ നല്ല രീതിയിൽ സ്കൂളിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ മാളവികയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. മാളവികയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് കിടക്കാം. ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣಯ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿರಾಗಧರ ಸುಂದರತರ ಪಿರಾಗ ಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ರುದ್ರಾಕ್ಷವು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ ಧನಂ ದಾನಂ ತನದಾನಂ ತದಾನಂ ತದಾನಂ ದಾನಂ 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 ತದಾನಂ ತದಾನಂ ದಾನಂ ದಾನಂ ತದಾನಂ ತದಾನಂ ನಿರಿಸ ಸ್ವಾಸ ನಿಸದಿ ಕರಿಸ ಸ್ವಾಸ ನಿಸದ ನಿ ಪಮ ಭಾಗ ಮರಿ ಸರಿ ರಿ ಕರಿಸ ಮಾಮ
നമ്മുടെ 10 മണി പൂക്കളുടെ ആരവത്തിലെ ഗുരുവന്ദനം പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മുടെ സഹപാഠികളെ ഓരോരുത്തരെയായി നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ആരെയാണ്? നമ്മുടെ അനിൽകുമാറിനെയാണ് പരിചയപ്പെടാനുള്ളത്. അതെ, അനിൽകുമാർ എസ്. അദ്ദേഹം കുറേ കാലമായിട്ട് എറണാകുളത്താണ് സെറ്റിലായിരിക്കുന്നത്. അവിടെ നിന്നും നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ സഹായങ്ങൾ ചെയ്യുകയും അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരുകയും ആ ദിവസം മുഴുവൻ നമ്മോടൊപ്പം ഇവിടെ ചെലവഴിക്കുകയും ചെയ്ത അനിൽകുമാറിനോടുള്ള നന്ദി. അനിൽ നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഓടി അടിമാലിയിൽ എത്തുന്ന ആളാണ് അനിൽ. ഏത് കാര്യത്തിലും അടിമാലിയിൽ എത്തുന്ന അനിൽ അടിമാലിക്കാരൻ തന്നെയാണ്. എറണാകുളത്താണ് താമസിക്കുന്നതെങ്കിൽ പോലും ഒരു അടിമാലിക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാം. സഹപാഠികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് അനിൽകുമാർ എസ് എന്നാണ്. ഞാൻ ഇവിടെ ഈ ക്ഷേത്രത്തിൽ അമ്പലപ്പടിയിലുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഒരു 32 വർഷമായിട്ട് എറണാകുളത്ത് തോപ്പുംപടിയിലാണ് ഞാൻ സെറ്റിലായിട്ടുള്ളത്. എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ വൈഫും 2 മക്കളുമാണ്. മൂത്ത ആൾ പെണ്ണാണ്, രണ്ടാമത്തെ ആൾ ആണാണ്. മൂത്ത ആളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയായി. അയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടാമത്തത് മകനാണ്. ഈ വർഷം LLB പാസ്സായി. ഞാൻ ചെറിയ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളറിയാം ഈ ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ മേഖലയിൽ ഒരു 2ാം തലമുറ ആളുകളായിട്ടാണ് നമ്മൾ ഈ ഹൈറേഞ്ചിൻ്റെ ഈ അടിമാലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ജനിച്ചതും വളർന്നതും വിദ്യാഭ്യസിച്ചതും. നമ്മൾ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചതിൽ ഏറ്റവും അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും അതീതമായി നമ്മൾ ഈ സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്. എന്തായാലും ഈ അധ്യാപകരെയും നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും സംവദിക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തത് ആമിന അബ്ദുള്ള. ആമിന എൻ്റെ പ്രിയ കൂട്ടുകാരികൾ ഒരാളാണ് ആമിനയുടെ വീട് കുമ്പമ്പാറയായിരുന്നു. ഇപ്പം ആമിന താമസിക്കുന്നത് 10 മൈലിലാണ്. അത് തന്നെയല്ല, ഒരു മാപ്പിളപ്പാട്ടുകാരി കൂടിയാണ് ആമിന. ആമിനെ നമുക്ക് പരിചയം. ആമിനയുടെ മാപ്പിളപ്പാട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്തിരുന്നു. പഠിക്കുന്ന കാലത്തും ആമിന ഒരു മാപ്പിളപ്പാട്ട് കലാകാരി ആയിരുന്നു. ഒരു കൂട്ടുകാരിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം. ആമിനയുടെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ പേര് ആമിന അബ്ദുള്ള എന്നാണ്. എനിക്ക് 3 കുട്ടികളാണ്, ഒരു പെണ്ണും 2 ആണും. ഹസ്ബൻഡ് മലഞ്ചരക്ക് വ്യാപാരം ചെയ്യുന്നു. ഞാൻ ഇരുമ്പുപാലത്താണ് താമസിക്കുന്നത്. പിന്നെ ഇത്രയും കൂട്ടുകാരെയും ടീച്ചർമാരെ എല്ലാം കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് സൈനബയാണ്. സൈനബ ശിശുക്ഷേമ വകുപ്പിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂരാണ്. സൈനബയ്ക്ക് 2 മക്കളാണുള്ളത്. അതെ, സൈനബയെ പരിചയപ്പെടാം. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൈനബ. ഹസ്ബൻഡ് 2 കുട്ടികളുമുണ്ട്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വല്ലത്താണ് താമസിക്കുന്നത്. ഒക്കൽ പഞ്ചായത്തിലെ ICDS സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്നു. വളരെ യാദൃച്ഛികമായി ഇന്ന് നമ്മളോടൊപ്പം സജീവ് തങ്കപ്പൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി സജീവ് തങ്കപ്പനെ സ്വാഗതം ചെയ്യുന്നു. അതുതന്നെയല്ല, നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സജീവാണ്. സജീവിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ഇന്ന് ഈ 10 മണിപ്പൂക്കൾ കുടുംബം ഈ
ഒരു സ്റ്റേജിൽ ഈ ചാനലിൽ അല്ലെങ്കിൽ എപ്പിസോഡ് വരെ എത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന കണ്ണിയായിരിക്കുന്നത്. നമുക്ക് സജീവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സജീവ്, എന്തുണ്ട് വിശേഷം? സുഖം ഷിജി. വീട്ടിലെ ഫാമിലിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ താമസം തിരുവനന്തപുരമാണ്. വൈഫ് അവിടെ നിയമസഭയിൽ ജോലി ചെയ്യുന്നു. രാജിമോൾ എന്നാണ് വൈഫിൻ്റെ പേര്. 2 മക്കളാണ്. മൂത്തയാൾ അരവിന്ദും ഇളയാൾ അഭിനന്ദും. പിള്ളേർ പഠിക്കുവാണോ? പിള്ളേർ പഠിക്കുകയാണ്. എന്തിനാണ് പഠിക്കുന്ന പിള്ളേർ? മൂത്തയാൾ എഞ്ചിനീയറിങ്ങിന് മരിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിങ് കഴക്കൂട്ടത്ത്. രണ്ടാമത്തെ ആൾ ഇവിടെ അടുത്തൊരു സ്കൂളിലാണ്, 7th സ്റ്റാൻഡേർഡ്. എന്താണെങ്കിലും ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ സഹപാഠികളെ പരിചയപ്പെടുന്ന സെഗ്മെൻറ്റിൽ സജീവ് നേരിട്ട് എത്തി സജീവിനെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 10 മണിപ്പൂക്കളോട് സജീവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ, ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു വയ്ക്കുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ഇത്രയൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിനെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ പിന്നിൽ പ്രവർത്തിച്ച വളരെയധികം ആളുകളുണ്ട്. അവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും നമുക്ക് വളരെ പ്രധാനപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഇനിയുള്ള നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് എല്ലാ അവസരത്തിലും ഇനി എല്ലാവരും നമ്മുടെ ഒപ്പം ഒന്നിച്ചുണ്ടാവണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ കൂട്ടുകാർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താണെങ്കിലും സജീവ് നമ്മുടെ സെഗ്മെൻറ്റിൽ വന്ന് സഹപാഠികളെ പരിചയപ്പെടുന്ന സെഗ്മെൻറ്റിൽ വന്ന് നേരിട്ട് വന്ന് പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. സജീവന് എല്ലാവിധ നന്ദിയും ഇത്തരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. അടുത്ത് ദാനിയലിൻ്റെ ഒരു പാട്ടാണ്. ദാനിയലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറയുകയുണ്ടായി. ഡാനിയലിൻ്റെ മക്കളും എല്ലാം നമ്മുടെ ആ പ്രോഗ്രാമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അവരുടെ ഗാനം നമ്മൾ കഴിഞ്ഞ ഇതിൽ കേട്ടതാണ്. ദാനിയലും ഷിനോദും ചേർന്ന് പാടിയ പാട്ടും നമ്മൾ കേട്ടു. അപ്പോൾ ഡാനിയലിൻ്റെ അതിമനോഹരമായ ഒരു ഹിന്ദി ഗാനമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് അതിലേക്ക് കാതോർക്കാം. रंग बिरंगे फूल खिले हैं लोग भी फूलों जैसे आ जाए एक बार ये हम जो जाएगा फिर कैसे जर जर जरते हुए जरने मन को लगे हरने ऐसा कहारे उस पर रूप तेरा सादा चंद्रमा जुवादा आधा जवारे परदेसियन जान को ऐसे कोई नहीं अपना था तुम लोगों से जुड़ गए जैसे जन्म जन्म का नाता अपनी दुम्न में गंडोले लोग यहाँ बोले ऐसा कहारे दिल की सवारी गोरी तरह गाँव बड़ा प्यारा मैं तो गया मारा आगे यहारी उस पर रूप तेरा सादा चंद्रमा जुवादा आधा जवारे बड़ा प्यारा
ദാനിയലിൻ്റെ പാട്ട് നമ്മൾ ആസ്വദിച്ചു എല്ലാവരും. അടുത്തതായി നമുക്ക് നമ്മുടെ സഹപാഠികളെ രണ്ടുപേരെ പരിചയപ്പെടുത്താനുണ്ട്. ആദ്യമായിട്ട് ഷൈമോൻ സ്കറിയയാണ് പരിചയപ്പെടുത്തുന്നത്. ഷൈമോൻ സ്കറിയ സിംഗപ്പൂർ ആണെങ്കിൽ പോലും നമ്മളുടെ ഈ അടിമാലിയുമായിട്ട് ഏറെ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എന്ത് പ്രോഗ്രാമിനായാലും അദ്ദേഹം അവിടെ നിന്നാണെങ്കിൽ പോലും ഇവിടെ എത്തി ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഏറെ തൽപരനാണ്. അന്ന് നമ്മളുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും ആദ്യത്തെ ഈ റീയൂണിയൻ്റെ ആലോചനാ യോഗം സംഘടിപ്പിക്കുമ്പോഴും അതിനെല്ലാം ഒരു നേതൃത്വം എന്ന രീതിയിൽ അവിടെ ഇരുന്നുകൊണ്ട് പോലും, സിംഗപ്പൂരിലാണെങ്കിൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് പോലും എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ഷൈമോൻ സ്കറിയ. ഞാൻ 10A അപ്പോൾ ഇവിടെ നടന്ന് വീട്ടിൽ നിന്ന് വന്നിരുന്ന ഒരു വ്യക്തിയാണ്.
ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 23 വർഷക്കാലം പ്രവാസത്തിൽ പെട്ടുപോയ വ്യക്തിയാണ്. അത് കാരണം കൊണ്ട് തന്നെ നാടുമായുള്ള ബന്ധത്തിൽ നിങ്ങളൊക്കെ തന്നെയാണ്. വീട് കഴിഞ്ഞാലുള്ള ബന്ധം, വീട്ടുകാർ ഒക്കെ കഴിയുമ്പോൾ അടുത്ത ലെയർ ബന്ധത്തിൽ, അതുപോലെ തന്നെ അധ്യാപകരെ ഓരോരുത്തരെയും വ്യക്തമായി ഓർക്കുന്നു. അവരുടെ വാക്കുകൾ ചിലതെല്ലാം മനസ്സിൽ ഇന്നുമുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും ഇപ്പോൾ സിംഗപ്പൂർ ജോലി ചെയ്യുന്നു. മക്കൾ 2 പേരാണ്. മൂത്തത് പെൺകുട്ടി, ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു അവിടെ. മകൻ 9ാം ക്ലാസ് ലെവലിൽ. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഒരു 3 ആഴ്ച അവധി കിട്ടി. ഈ ഒരു ഒത്തുകൂടൽ ഇവിടെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി കാണുന്നു. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് അധ്യാപകരെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. ആ ആഗ്രഹം ഇവിടെ വെച്ച് ഇങ്ങനെ നടന്നു കിട്ടി. വളരെ നന്ദി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൽ മനോഹരമായ ഒരു ഗാനം ആലപിച്ച ശോഭയുടെ ഒരു ഗാനമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് 88 കാലയളവിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശോഭ അതേ സ്കൂളിൽ തന്നെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളെ തന്നെ നമുക്കൊരു ഗസ്റ്റായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ലഭിച്ചത് തന്നെ ഒരു ഭാഗ്യം. നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ ശോഭ പാടിയ ഒരു ഗാനം അമ്മൂമ്മക്കിളി വായാടി. അമ്മൂമ്മക്കിളി വായാടി എന്ന് പറയുന്ന സാധനം അത് ചാനലിലൂടെ ഒത്തിരി ഹിറ്റാവുകയും ഒത്തിരി ലൈക്കുകൾ ലഭിക്കുകയും ചെയ്ത ഒരു ഗാനമാണ്. ഇതിന് ശേഷം ഇപ്പോൾ ഈ വരുന്ന ഈ പാട്ടും അതുതന്നെ മഞ്ഞണി പൂനിലാവേ, അതെ, മഞ്ഞണി പൂനിലാവേ എന്ന് പറയുന്ന ഈ ഗാനവും വളരെ ഹൃദ്യമായിട്ടാണ് ശോഭ അവതരിപ്പിച്ചിട്ടുള്ളത്. ശോഭയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ശോഭയുടെ പാട്ട് കേൾക്കാം.
അടുത്തതായി നമുക്ക് നമ്മുടെ സഹപാഠികളിൽ ഒരാളായിരുന്ന ആനീസ് എന്ന് വിളിച്ചിരുന്ന ആൻസി ഇപ്പോൾ വാഗമണ്ണിലാണ് താമസിക്കുന്നത്. ആൻസിക്ക് 2 മക്കളാണ്, ആൽബിനും എബിനും. നമുക്ക് ആൻസിയുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കുട്ടികളെ, എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് നമ്മുടെ മാത്യു സാറിന് തന്നെയാണ്. മാത്യു സാർ എപ്പോഴും പറയും, മരണം വരെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ ഗുണപ്പട്ടിയെ പഠിച്ചിരിക്കുന്നതെന്ന്. അത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കൂട്ടുകാരും ഞങ്ങളായി ഒന്നിച്ച് എപ്പോഴും കൂടുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും, സാറിൻ്റെ അടി ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല, അത് ഞങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുമെന്ന്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ മാത്യു സാർ എവിടെയാണെന്ന് ചോദിച്ചു. പക്ഷേ സാറിനെ കണ്ടിട്ട് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ടീച്ചേഴ്സിനെ രാജഗോപ ടീച്ചറിനെ മനസ്സിലായില്ല. ചുരുക്കം മേഴ്സി ടീച്ചർ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഏതായാലും ഒത്തിരിയേറെ സന്തോഷമുണ്ട് എല്ലാവരും ഒന്നിച്ചായി കാണാനായിട്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് വാഗമണിലാണ്. ഞാൻ അവിടെ ഒരു മെമ്പറായിട്ട് ഞാൻ തീക്കോയി പഞ്ചായത്തിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ തീക്കോയി പഞ്ചായത്തിലൊരു മെമ്പർ അംഗം കൂടിയായിരുന്നു. 2005 മുതൽ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വികസനത്തിൻ്റെ ക്ഷേമകാര്യത്തിൻ്റെയും ഒരു സ്ഥാനമായി എനിക്ക് കിട്ടിയിരുന്നു. അന്നേരം എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയായി നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഓർക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ സന്തോഷമായി. നമ്മുടെ പ്രിയ സഹപാഠി സാബു ജോസഫ് അല്ലേ? സാബുവിൻ്റെ വീട് ചാറ്റുപാറയായിരുന്നു. സാബു ഇപ്പോൾ കോതമംഗലത്താണ് താമസം. ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കോതമംഗലത്ത് താമസിക്കുന്നു. കോതമംഗലത്താണ് താമസിക്കുമെങ്കിൽ പോലും അടിമാലിയിലെ ഓരോ കാര്യങ്ങളിലും സാബുവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. എന്ത് കാര്യമുണ്ടെങ്കിലും ആൾ ഇവിടെ ഓടിയെത്തുകയും നമ്മോടൊപ്പം നിന്ന് എല്ലാ പരിപാടികളിലും വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. സാബുവിനെയും കുടുംബത്തെയും നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സാബു എന്നാണ്. ഞാൻ കോതമംഗലത്താണ് താമസിക്കുന്നത്. എനിക്ക് ബിസിനസ്സാണ്. 3 കുട്ടികളാണുള്ളത്. 2 പെണ്ണ്, 1 ആണ്. മൂത്ത ആൾ കാനഡയിൽ, രണ്ടാമത്തെ ആൾ UK, മറ്റേ ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നമുക്ക് കൾച്ചറൽ പ്രോഗ്രാമിനുള്ള ഒരു വളരെ മനോഹരമായ ഗാനമാണ്. അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന വിനോദ് കുമാർ VK ആണ്. വിനോദ് ഇപ്പോൾ ഇൻഷുറൻസും ആയിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്താണ് താമസം. എങ്കിൽ തന്നെയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അടിമാലിൽ വന്നെത്തുകയും അതുപോലെ ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. 10 മണി പൂക്കൾ പ്രോഗ്രാമിൽ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത വിനോദിന് എല്ലാവിധ ഭാവങ്ങളും വിനോദിൻ്റെ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. സുരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോലലോലം 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ദേവഗാനം, അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോലലോലം 7 സ്വരങ്ങളും
തഴുകി വരുന്നൊരു ഗാനം. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ചൊരിയും അളവിലില വിഴികളിളകിയ മൃദുല തരള പദചലന നടനമുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ പെൺതൂവൽ കൊടി പോലഴകി. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ. അവയിലുണരും ഒരു പുതിയ പുളകമതലഹരി ഒഴുകി വരും അരിയ സുഖനിമിഷമേ. പോരൂ ആരോടും മിണ്ടാതിയാരോമൽ തീരത്തിൻ അനുഭൂതികളിൽ. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം. ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. അടുത്തതായി 10 മണിപ്പൂക്കളുടെ വിഷ സെഗ്മെൻറ്റിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ പ്രാവശ്യം വിഷ സെഗ്മെൻറ്റിൽ നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള സാബു കിഴക്കേടത്തിൻ്റെ ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഉണ്ട്. ഒരേ മാസത്തിൽ തന്നെ ബർത്ത്ഡേയും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. സാബുവിൻ്റെ വൈഫ് ജെറിക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. കൂടാതെ സാബുവിന് ഹാപ്പി ബർത്ത്ഡേ. 10 മണിപ്പൂക്കളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഈ മാസം 11-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സഹപാഠി സൈനബയുടെ ബർത്ത്ഡേ. സൈനബയെക്കുറിച്ച് നമ്മൾ മുൻപ് പരാമർശിക്കുകയുണ്ടായി. സൈനബ ജോലി ചെയ്യുന്നതും സൈനബയെ അല്ലാണ്ട് പരിചയപ്പെടുത്തുകയും ഉണ്ടായി. സൈനബയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും. 10 മണി കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ സൈനബ. Happy birthday to you. Happy
happy birthday, happy birthday. പത്തുമണിപ്പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആരവത്തിൻ്റെ 7ാമത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്കും ഷെയറും കൂടി ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തന്നെ വരും എപ്പിസോഡുകൾക്കും നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഒരു അടുത്ത എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തും വരേക്കും ഗുഡ് ബൈ.